എറണാകുളം വൈറ്റിലയിൽ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ് ഡ്രൈവർക്ക് മർദ്ദനം. വാഹനം സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം. ലോറി ഡ്രൈവർ പാലക്കാട് സ്വദേശി ജിഹാസ് ഉമറിനെ മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. സിജോ, എന്തായിരുന്നു ഈ മർദ്ദനത്തിന് കാരണം? അമൃത നെന്മങ്ങാനത്ത് നിന്ന് എറണാകുളത്തേക്ക് വന്ന സ്വിഫ്റ്റ് കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർക്കാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റതായി പരാതി ഉയർന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം, അതായത് വാഹനം സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടായി. ഈ തർക്കത്തെ തുടർന്ന് ഈ ലോറി ഡ്രൈവറായ പാലക്കാട് സ്വദേശി ജിഹാസ് ഉമർ ഈ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ് ഡ്രൈവറായ റിൻഡോയെ മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തുടർന്ന് ഈ കെഎസ്ആർടിസി ബസ് ഡ്രൈവറുടെ പരാതിയിൽ മരട് പോലീസ് ഈ ലോറി ഡ്രൈവർ ജിഹാസ് ഉമറിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹനം സൈഡ് കൊടുക്കുന്നതിനിടയിൽ ലോറിയുടെ ഗ്ലാസ് പൊട്ടി എന്നുള്ള ഒരു പരാതിയാണ് ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ചില തർക്കമുണ്ടാവുകയും ഈ ബസ്സിൽ കയറി മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. സിജോ വർഗീസ് തുടരുന്നുണ്ട്. സിജോ, ലോറി ഡ്രൈവറാണ് മർദ്ദിച്ചത് എന്നാണല്ലോ പറയുന്നത്. ഇയാളെ പോലീസ് പിടികൂടിയോ? അമൃത, ഈ വൈറ്റിലയിൽ ജംഗ്ഷനിൽ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ് എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു മർദ്ദനം നടക്കുന്നത്. ബസ്സിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കമുണ്ടായി. ഇതിനെ തുടർന്ന് ലോറി ഡ്രൈവർ ഈ പാലക്കാട് സ്വദേശിയായ ജിഹാസ് ഉമർ ഈ ബസ് ഡ്രൈവറെ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ് ഡ്രൈവറായ റിൻഡോയെ മർദ്ദിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. തുടർന്ന് മരട് പോലീസിൽ ഈ ഡ്രൈവർ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇപ്പോൾ ഈ ലോറി ഡ്രൈവർ ജിഹാസ് ഉമറിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലോറിയുടെ ഗ്ലാസ് പൊട്ടി, വാഹനം സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയും പിന്നീട് ഈ ഗ്ലാസ് പൊട്ടി എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ ബസ് ഡ്രൈവറുടെ പരാതിയിൽ ഇപ്പോൾ മരട് പോലീസ് ഈ ലോറി ഡ്രൈവർ ജിഹാസ് ഉമറിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശരി സിജോ.